ഈ ഒരു സംഭവം കാരണം തസ്ലിമ വരുന്നത് ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികള് പുരോഗമനം കൊണ്ട് വീർപ്പ് മുട്ടി പൊട്ടിപ്പോകുമെന്ന് ഇങ്ങനെ ഭയന്നിരിക്കുന്ന മനുഷ്യര് ഇവരാരും അറിഞ്ഞിട്ടേ ഇല്ല. തസ്ലിമ നസ്രീന്റെ പ്രഭാഷണങ്ങൾ ഇന്നലെ മുഖ്യധാര ടെലിവിഷൻ ചാനലുകളിൽ കേൾക്കാൻ എനിക്ക് കഴിഞ്ഞു. അവർ നല്ല ഒന്നാന്തരം ഒരു പ്രഭാഷണമാണ് നടത്തിയത്. വളരെ പ്രിസൈസ് ആയിട്ട് എഴുതി തയ്യാറായിക്കൊണ്ടുവന്ന, എന്നാൽ വളരെ പൊട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രഭാഷണം. അവര് ശരിക്കും വളരെ എക്സൈറ്റഡ് ആയിപ്പോയി. അവരതിന് ശേഷവും അതിന് മുന്നേ നമ്മൾ പറഞ്ഞത് അവര് കരുതിയില്ല. അവര് വിചാരിച്ച് എവിടെയോ കേരളത്തിൽ ഞാൻ വന്നിട്ടുണ്ട്, DC ബുക്സിന്റെ KLF വന്നിട്ടുണ്ട്. അന്ന് അതൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഓരോ വാക്കുകൾ പറയുമ്പോൾ അതിനുണ്ടാകുന്ന പിന്തുണ. യഥാർത്ഥത്തിൽ തസ്ലിമ നസ്രീൻ അവസാനം ഉച്ച കഴിഞ്ഞ് ഈ അവാർഡ് സ്വീകരിക്കാനായിട്ട് അവിടെ വന്നിറങ്ങുമ്പോൾ അവരെ സ്വീകരിച്ച് കൊണ്ടുവന്ന് അവര് ഹാളിനുള്ളിൽ കയറുമ്പോൾ എൻ്റെ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്താണ്, രാജാവ് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന ആണോ? അല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരമാധികാരി വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയാണോ? അല്ലെങ്കിൽ അതൊന്നുമല്ല. ഈ മനുഷ്യർക്ക് അവരോടുള്ള സ്നേഹവും അവരുടെ ജീവിതം തന്നെ ഒരു സിമ്പലായിട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവര് ആ ഒരു ആദരവും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്നത്. അവര് അങ്ങനെ ഒരു ഇത് അമേരിക്കയിലൊക്കെ ഉണ്ടാവും, സാധാരണ എഴുന്നേറ്റ് നിന്ന്. കേരളത്തിലൊന്നും അങ്ങനെ ഒരു പരിപാടിയില്ല. മിക്കവാറും ആളുകൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ചില ആളുകൾ നമുക്ക് ഊഹിക്കാം ആരൊക്കെയാണെന്ന്. അത് ചിലപ്പോ കർത്തവ്യപരമായി നിങ്ങൾ ഡ്യൂട്ടിപരമായിട്ട് എഴുന്നേറ്റ് അങ്ങനെ. ഇപ്പൊ ഒരു സർക്കാർ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചില ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഓർഡർ തന്നെയുണ്ട്. അങ്ങനെ ഒരു സംഗതിയല്ല. ഇത് സ്നേഹമാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ട് തോന്നി. അവര് അവിടെ വന്നിരിക്കുന്നതായിരുന്നു. അപ്പോൾ അവര് വന്ന സമയത്ത് ഞാൻ ഹോളിലില്ല. പക്ഷെ ഞാൻ ലൈവ് കാണുന്നുണ്ടായി. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉച്ച കഴിഞ്ഞ് ഈ ന്യൂസിൽ തന്നെ പറയുന്നതായിരുന്നു, തസ്ലിമ വരുന്നതുകൊണ്ടാണോ ഈ